അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഫാദേഴ്സ് ഡേ ആയി ആചരിക്കപ്പെടുന്ന ദിനമാണ്. പ്രത്യേകിച്ച് ജൂൺ മാസത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് പല രാജ്യങ്ങളിലും പിതാക്കന്മാരെ ആദരിക്കുന്നതിനും അവരുടെ സ്നേഹവും ത്യാഗവും ഓർമ്മിക്കുന്നതിനായി ഈ ദിനം ആചരിക്കുന്നത്. ഇസ്ലാം മാതാപിതാക്കൾക്ക് അതീവ പ്രാധാന്യം നൽകുന്ന മതമാണ്. അവരെ എന്നും ഓർക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൽ അതിനുവേണ്ടി ഒരു ദിവസം തിരഞ്ഞെടുക്കുമ്പോൾ ഹോസ്റ്റലിൽ താമസിച്ച് ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ഫാദേഴ്സ് ഡേ പരിപാടി സംഘടിപ്പിച്ച് പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികളോട് അവരുടെ വാപ്പമാരെ ഓർക്കാനും അവർ നമുക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സ്നേഹവും മനസ്സിൽ കാണാനും ആവശ്യപ്പെട്ടു. തുടർന്ന് ഓരോ വിദ്യാർത്ഥിയും തങ്ങളുടെ വാപ്പയെക്കുറിച്ചുള്ള ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവച്ചു. വാപ്പമാരുടെ സ്നേഹവും കരുതലും ത്യാഗങ്ങളും വിവരിക്കുന്നതിനിടയിൽ പല വിദ്യാർത്ഥികളുടെയും കണ്ണുകൾ നിറഞ്ഞു. വീട്ടിൽ നിന്ന് അകന്നു കഴിയുന്ന ഈ മക്കളുടെ ഹൃദയത്തിൽ മാതാപിതാക്കൾക്ക് എത്ര വലിയ സ്ഥാനമാണുള്ളതെന്ന് ഈ നിമിഷങ്ങൾ വ്യക്തമാക്കുന്നതായിരുന്നു. പരിപാടി വിദ്യാർത്ഥികളിൽ മാതാപിതാക്കളോടുള്ള സ്നേഹവും നന്ദിയും കൂടുതൽ വളർത്തുന്നതിന് സഹായകമായി. എല്ലാ ബാപ്പമാർക്കും വേണ്ടി പ്രത്യേക ദുആ നിർവഹിച്ചുകൊണ്ടാണ് പരിപാടി സമാപിച്ചത്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുകയും അവരുടെ ത്യാഗങ്ങൾക്ക് ഉത്തമ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ. ആമീൻ. വാപ്പ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഓടുന്ന ഒരാളാണ്. എൻ്റെ പാവങ്ങൾ ഇഷ്ടമാണ്. എൻ്റെ വാപ്പ ഞാൻ പറഞ്ഞത് നല്ലതാണ് വഹിച്ചത്. കൊണ്ടുപോകാൻ അടുത്തൊക്കെ നല്ലതാണ് കൊണ്ടുപോകാൻ ചെയ്യും. വാപ്പാക്ക് സുഖമില്ല. വാപ്പാൻ്റെ ജോലിയൊക്കെ ശരിയായോ? അല്ലേക്കും വാപ്പ. വാപ്പ ഞാൻ ഹാഫിളാകുമ്പോൾ എൻ്റെ ഒപ്പം ഹാഫിളാണെ കാണാനുണ്ടാവില്ല. ഇപ്പം വാപ്പല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ വയ്ക്കും. വാപ്പാനെ കൊണ്ട് എൻ്റെ മുത്താണ്, സ്വത്താണ്, കരമാണ്. പിന്നെ ജീവിക്കാൻ ഇവിടെ എത്താനും എല്ലാത്തിനും ഞങ്ങളെ പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ സ്വർഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങളെ കൊണ്ടുപോകും.